PSC കോഴ വിവാദത്തിലെ ആരോപണ വിധേയൻ പ്രമോദ് കോട്ടൂളി മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. ഇത്തരം ആളുകൾ പുറത്തു വരണമെങ്കിൽ എന്നുള്ളൊരു പരിശോധനയാണ് ഇപ്പം വക്കീലുമായിട്ട് സംസാരിച്ച് കൊടുക്കാനുള്ളത്. അപ്പോൾ ഏകദേശം ഞാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ പേപ്പറുകളൊക്കെ റെഡിയാകുന്ന സമയത്ത് ഇന്ന് തന്നെ ഇതിൻ്റെ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രവർത്തനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇപ്പോൾ ഒരു സാമ്പത്തികമായിട്ട് ഇപ്പോൾ നമ്മുടെ ഓരോ പാർട്ടി അംഗങ്ങളും നമ്മുടെ വിവരങ്ങൾ പാർട്ടിക്ക് നൽകും. ആ വിവരങ്ങൾ ഓപ്പൺ ഫോറത്തിൽ വെച്ച് കാണിക്കാവുന്നതാണ്. പ്രമോദിൻ്റെ സ്വത്ത് വിവരങ്ങൾ ഇത്രയാണ്. അതിൽ കൂടുതൽ എന്തെങ്കിലും പ്രമോദ് സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ സംവിധാനം പറയട്ടെ. നിങ്ങളെ പിന്നെ നടപടിയിൽ പറയുന്നത് നേരത്തെ പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് ഒരു പരാതിയും ഇല്ല എന്ന് പാർട്ടി കഴിഞ്ഞ ദിവസം വരെ ആവർത്തിക്കുകയും ഇന്നലെ പെട്ടെന്ന് നടപടി ഉണ്ടാവുകയാണ് ചെയ്തത്. എന്ത് പരാതിയാണ് PSC പരാതി ഇല്ല എന്ന് പാർട്ടി പറയുകയും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം ഞാൻ എന്ന് പറയുന്ന മനുഷ്യൻ ഒറ്റയ്ക്കാണ് ഇതിന് മറുപടി കണ്ടെത്തുന്നത്. പാർട്ടി ഒരു വലിയ സംവിധാനമാണ്. എല്ലാ സംവിധാനങ്ങളും അല്ലെങ്കിൽ ആ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ശക്തികളുടെ കൂടെ ഈ സംവിധാനമൊക്കെ ഉണ്ടാവും. അപ്പം ഞാനത് നിങ്ങളോട് ഓപ്പണായിട്ട് പറഞ്ഞാൽ എന്നെ മുന്നോട്ട് പോകുന്ന ഏതൊക്കെ പോയിന്റുകളുണ്ടോ അത് ആ ശത്രുവിൻ്റെ കയ്യിലെത്തുന്ന പോലെയാവും. എൻ്റെ കയ്യിലുള്ള പോയിന്റുകൾ എൻ്റെ ഹൃദയത്തിലും എൻ്റെ രേഖകളിലുമാണ്. അത് ഞാൻ പറയുന്നില്ല. പക്ഷേ കൂടുതൽ സത്യങ്ങൾ പുറത്തു വരുമ്പോൾ ഈ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴാണ് ഇതിൻ്റെ തെറ്റായ തീരുമാനങ്ങൾ എടുക്കപ്പെടുന്നവരുടെ മനസ്സിൽ എപ്പോഴെങ്കിലും ഉറക്കത്തിലെങ്കിലും തെറ്റിദ്ധരിക്കപ്പെട്ടു പോയോ എന്നുള്ള ഒരു ചോദ്യം ഉയർത്തുക. അങ്ങനെ ഓരോന്നോരോന്ന് വരട്ടെ. ഇപ്പം പാർട്ടി എന്ന നിലയ്ക്ക് എൻ്റെ പേര് നടപടിയെടുത്തതെന്ന് പറഞ്ഞിട്ട് പാർട്ടിയെ ഞാൻ തള്ളി പറയില്ല. പാർട്ടിയാണ്. പക്ഷേ പാർട്ടിക്കകത്ത് കയറിക്കൂടി ഇത്രയും ഒരു സിസ്റ്റത്തിനെ തെറ്റിദ്ധരിപ്പിച്ചതായി അത് പുറത്തു കൊണ്ടുവരണ്ടേ? പാർട്ടിയല്ലേ ശരിക്കും നിയമ നടപടി സ്വീകരിക്കേണ്ടത്? അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ പാർട്ടി തന്നെ പോലീസിൽ പരാതി കൊടുക്കാൻ തയ്യാറാകണ്ടേ? അതായത് ഞാൻ ഈ നിയമപരമായിട്ടുള്ള ഒരു വലിയ സിസ്റ്റത്തിനകത്ത് നിൽക്കുന്ന ആളല്ല. കേസുകളിൽ പ്രതിയാണെന്നല്ലാതെ. അപ്പോൾ അത് ഞാൻ വക്കീലുമായിട്ട് സംസാരിച്ചിട്ട് എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സ്വാഭാവികമായിട്ടൊരു കാര്യം അല്ല, ഏറ്റവും സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന കാര്യം എന്താണ്? നമുക്ക് എന്തുണ്ടാവില്ല, ലൈഫ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അതും കൂടി മനസ്സിലാക്കണം. അല്ല, എന്തിനാണ് നടപടി നേരിട്ടെന്ന് എപ്പോഴെങ്കിലും ബോധ്യമായിട്ടുണ്ട്? അങ്ങനെ അതിൽ വ്യക്തത വന്നിട്ടുണ്ടോ? അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ പാർട്ടി ജില്ലാ സെക്രട്ടറി, ഞാൻ ഏറെ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന മോഹനൻ മാസ്റ്റർ കൊടുത്ത ഒരു കുറിപ്പ് നമ്മുടെ സമരത്തിൻ്റെ അവിടെ നടന്ന കാര്യത്തിനിടയ്ക്ക് ഒരു മീഡിയയിലുള്ള ഒരാൾ അറിയിച്ചതല്ലാതെ എന്നെ അറിയിച്ചിട്ടില്ല, ഇതുവരെ അറിയിച്ചിട്ടില്ല. ഔദ്യോഗികമായിട്ട് എന്നെ പ്രമോദ് എന്നുള്ളതാക്കി എന്നോട് ഒഫീഷ്യലായിട്ട് അറിയിക്കേണ്ട. PSC കോഴ വിവാദത്തിൽ പാർട്ടി നടപടി നേരിട്ടതിന് പിന്നാലെ പ്രമോദ് കോട്ടൂളി കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. നിയമ നടപടിയുമായി മുന്നോട്ട് എന്നാണ് പ്രമോദ് കോട്ടൂളി വ്യക്തമാക്കുന്നത്.